പാകിസ്ഥാൻ വിഭജിക്കുന്നത് തടയാൻ രണ്ട് നേതാക്കൾ കുളിമുറിയിൽ കണ്ടുമുട്ടി. സംഭവം എന്താണ്? 1971 മതപരവും സാമ്പത്തികവുമായ അസമത്വം കാരണം പാകിസ്ഥാൻ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ക്രൂരതകളിൽ നിന്ന് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോഴേക്കും ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുകയും ഇരട്ടി പേർ ഭവനരഹിതരാകുകയും ചെയ്തിരുന്നു. ബംഗ്ലാദേശ് ഇപ്പോൾ വീണ്ടും ഒരു പാകിസ്ഥാൻ ആകാനുള്ള പാതയിലാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ബംഗ്ലാദേശിൻ്റെ സമകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സംശയമാണെങ്കിലും നമുക്ക് ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന രസകരമായ ഒരു കാര്യത്തെക്കുറിച്ച് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ അക്രമം പൊട്ടിപ്പുറപ്പെടുകയും ആളുകൾ തെരുവിലിറങ്ങി അക്രമങ്ങൾ കാണിക്കുകയും ഒക്കെ ചെയ്തു. ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളോടുള്ള എതിർപ്പുകളും അവർ ഈ അക്രമങ്ങൾക്കെതിരെ പ്രകടിപ്പിച്ചു. പ്രത്യേകിച്ച് മഹാനായ സത്യജിത് റേയുടെ പൂർവിക വീടും നശിപ്പിക്കപ്പെട്ടു. കഴിഞ്ഞ വർഷവും ജൂലൈയിൽ ബംഗ്ലാദേശിൽ കലാപം ആരംഭിച്ചു. അത് താമസിയാതെ കടുത്ത അക്രമമായി മാറി. അതുമൂലം ഷെയ്ഖ് ഹസീനയ്ക്ക് പ്രധാനമന്ത്രി സ്ഥാനം പോലും ഒഴിയേണ്ടി വന്നു എന്ന് മാത്രമല്ല, ജീവൻ രക്ഷിക്കാൻ രാജ്യം വിടേണ്ടി വന്നു. അവർക്ക് ഇന്ത്യയിൽ അഭയം തേടേണ്ടി വന്നു. എന്നിരുന്നാലും ഇത്തവണ രംഗം കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. ഇത്തവണ രണ്ട് പാർട്ടികളിലെയും പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ട്. മറുവശത്ത് പാകിസ്ഥാൻ സൈന്യത്തിനും രഹസ്യാന്വേഷണ ഏജൻസികൾക്കും ശേഷം ഇപ്പോൾ പാകിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പുകളും ബംഗ്ലാദേശിലേക്ക് പ്രവേശിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ബംഗ്ലാദേശ് വീണ്ടും പാകിസ്ഥാൻ ആക്കാനുള്ള പാതയിലാണെന്ന് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ മറ്റൊരു സംശയം. ബംഗ്ലാദേശ് സൃഷ്ടിക്കേണ്ട ആവശ്യം എന്തുകൊണ്ടുണ്ടായി? ബംഗ്ലാദേശ് സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, അതിനും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിൽ എന്താണ് സംഭവിച്ചത്? 1947 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഇന്ത്യ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. അതും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഭൂപടത്തിൽ പുതിയൊരു രാജ്യമായ പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടു. പുതുതായി രൂപീകരിച്ച രാഷ്ട്രമായ പാകിസ്ഥാൻ കിഴക്കൻ പടിഞ്ഞാറൻ പ്രവിശ്യകളായി വിഭജിക്കപ്പെട്ടു. കിഴക്കൻ പാകിസ്ഥാനിലെ ആളുകൾ ബംഗാളി ഭാഷ സംസാരിക്കുന്നവരായിരുന്നു. അവിടുത്തെ സ്ത്രീകൾ വർണ്ണാഭമായ സാരികൾ ധരിച്ചിരുന്നു. നേരെ മറിച്ച് പശ്ചിമ പാകിസ്ഥാനിൽ ഉറുദുവിനും പഞ്ചാബിക്കും ആധിപത്യമുണ്ടായിരുന്നു. അവിടം ബുർഖയുടെയും ഹിജാബിൻ്റെയും ഒരു സംസ്കാരമായിരുന്നു. പാകിസ്ഥാനിലെ ജനസംഖ്യയുടെ 55% കിഴക്കൻ പാകിസ്ഥാനിലും, അതായത് ഇന്നത്തെ ബംഗ്ലാദേശ്, 45% പടിഞ്ഞാറൻ പാകിസ്ഥാനിലുമാണ്, അതായത് ഇന്നത്തെ പാകിസ്ഥാൻ. അതായത് കൂടുതൽ ജനങ്ങളും ഇന്നത്തെ ബംഗ്ലാദേശിൽ തന്നെയായിരുന്നു അന്നും താമസിച്ചിരുന്നത്, പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നപ്പോഴും. പാകിസ്ഥാൻ പാർലമെൻറ്റിലെ, അതായത് നാഷണൽ അസംബ്ലിയിലെ ആകെയുള്ള 313 സീറ്റുകളിൽ 169 കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ളതായിരുന്നു. 144 പടിഞ്ഞാറൻ പാകിസ്ഥാനിലുമായിരുന്നു. ഇതൊക്കെയാണെങ്കിലും ബഡ്ജറ്റിൻ്റെ 80% ചെലവഴിച്ചത് 45% ജനങ്ങൾ താമസിക്കുന്ന പടിഞ്ഞാറൻ പാകിസ്ഥാന് വേണ്ടി മാത്രമാണ്. അതായത് ഇന്നത്തെ പാകിസ്ഥാന് വേണ്ടി മാത്രമാണ് അവരുടെ ബഡ്ജറ്റിൻ്റെ 80% ചെലവഴിച്ചത്. എന്തുമാത്രം അസമത്വവും വിവേചനവുമാണ് ഇത്തരം പ്രവർത്തികളിലൂടെ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുമാത്രമല്ല, പാകിസ്ഥാൻ ഭരിച്ച നേതാക്കളെല്ലാം തന്നെ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നുള്ളവരായിരുന്നു. അവർ കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കി. പാക് സൈന്യത്തിന് അവർ വെറും പ്രാണികളായിരുന്നു. കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾ അസമത്വത്തിനും സാമ്പത്തിക വിവേചനത്തിനുമെതിരെ ശബ്ദമുയർത്തിയപ്പോൾ പാകിസ്ഥാൻ സൈന്യം അവരുടെ ശബ്ദം അടിച്ചമർത്തി. കിഴക്കൻ പാകിസ്ഥാനികൾക്കെതിരെ അധിക്ഷേപകരമായ വാക്കുകൾ ഉപയോഗിച്ചു. അവരെ ദുർബലരും താഴ്ന്നവരുമായി കണക്കാക്കി. അവർ പോലീസിൽ തങ്ങളുടെ ദുരവസ്ഥ പറയാൻ പോയാൽ പോലീസും അവരെ കുറ്റപ്പെടുത്തും. 1952 ബംഗാളി ഭാഷയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിലൊരു പ്രസ്ഥാനമുണ്ടായി. അതിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെടുക പോലും ഉണ്ടായി. അതൊരു തുടക്കം മാത്രമായിരുന്നു. കിഴക്കൻ പാകിസ്ഥാനിലെ രാഷ്ട്രീയ പാർട്ടിയായ അവാമി ലീഗിൻ്റെ തലവനായ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ അഥവാ ബംഗബന്ധു, അതായത് നമ്മുടെ ഷെയ്ഖ് ഹസീനയുടെ ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പിതാവ്, അദ്ദേഹമാണല്ലോ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്നത്. ബംഗബന്ധു എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹം അന്ന് തൻ്റെ പ്രവിശ്യയോടുള്ള രാഷ്ട്രീയ അസമത്വത്തിനും സാമ്പത്തിക വിവേചനത്തിനുമെതിരെ ശബ്ദമുയർത്തി. 1965 ഇൻഡോ പാക് യുദ്ധത്തിന് ശേഷം ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ലാഹോറിൽ പറഞ്ഞു,
രണ്ട് പ്രവിശ്യകളുടെയും സാമ്പത്തിക വികസനത്തിൽ ഏകീകൃതമായ അവസ്ഥ കൊണ്ടുവരാൻ പ്രവിശ്യ സ്വയംഭരണവും ആവശ്യമാണ് എന്ന്. അവാമി ലീഗ് നേതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ഈ നിർദ്ദേശം അവഗണിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, 1968 അഗർത്തല ഗൂഢാലോചന പ്രകാരം അദ്ദേഹത്തിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു. കിഴക്കൻ പാകിസ്ഥാനെ തകർക്കാൻ അദ്ദേഹം ഇന്ത്യയുമായി ഗൂഢാലോചന നടത്തുന്നുവെന്ന് ആരോപിക്കപ്പെട്ടായിരുന്നു ആ കേസ്. 1970 തിരഞ്ഞെടുപ്പുകൾ വിഭജനത്തിന്റെ തീയിൽ ശരിക്കും എണ്ണയിട്ടു. കിഴക്കൻ പാകിസ്ഥാനികളെ സർക്കാർ പ്രധാനമായി കണക്കാക്കിയില്ല. ഭരണകൂടം അവരെ ശ്രദ്ധിച്ചില്ല. സർക്കാരിലെ ആളുകളുടെ മനോഭാവത്തിലും പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും മോശം പെരുമാറ്റത്തിലും ജനങ്ങൾ രോഷാകുലരായിക്കൊണ്ടിരുന്നു. തങ്ങളുടെ അവകാശങ്ങൾ ആവശ്യപ്പെടുന്നതിനിടയിൽ കിഴക്കൻ പാകിസ്ഥാനികൾ ഒരു സ്വതന്ത്ര രാഷ്ട്രം ആവശ്യപ്പെടാൻ തുടങ്ങി. 1970 ഡിസംബറിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പ് പാകിസ്ഥാനിലെ വിഭജനത്തിൻ്റെ തീയിൽ എണ്ണയിട്ടു. 70 പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് പാകിസ്ഥാൻ പ്രസിഡന്റ് ഭരണത്തിലായിരുന്നു. സ്വേച്ഛാധിപതി ജനറൽ യാഹ്യ ഖാൻ പ്രസിഡന്റായിരുന്നു. പൊതു തെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ അവാമി ലീഗ് കിഴക്കൻ പാകിസ്ഥാനിൽ ഉൾപ്പെടെ 169 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി. അതിൽ 167 സീറ്റുകളും അവർ നേടി. അതേസമയം പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി പശ്ചിമ പാകിസ്ഥാനിലെ 138 സീറ്റുകളിൽ 81 സീറ്റുകൾ മാത്രമേ നേടിയുള്ളൂ. പാകിസ്ഥാനിൽ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം 157 സീറ്റായിരുന്നു. ഷെയ്ഖ് മുജീബുർ റഹ്മാന് സർക്കാർ രൂപീകരിക്കാൻ ഭൂരിപക്ഷമുണ്ടായിരുന്നു. എന്നാൽ പശ്ചിമ പാകിസ്ഥാനിലെ നേതാക്കൾ ബംഗാളികൾ തങ്ങളെ ഭരിക്കണമെന്ന് ആഗ്രഹിച്ചില്ല. പാകിസ്ഥാനിലെ സൈനിക ഏകാധിപതി ജനറൽ യാഹ്യ ഖാൻ ഷെയ്ഖ് മുജീബുർ റഹ്മാനെ പ്രധാനമന്ത്രിയാക്കാൻ വിസമ്മതിച്ചു. 1971 മാർച്ച് 7 ധാക്കയിലെ റേസ് കോഴ്സ് ഗ്രൗണ്ടിൽ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രസംഗം നടത്തി. അദ്ദേഹം കിഴക്കൻ പാകിസ്ഥാനെ സ്വതന്ത്രമായി പ്രഖ്യാപിക്കുകയും രാജ്യത്തിന് ബംഗ്ലാദേശ് എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. ഇതിനുശേഷം 71 മാർച്ച് 15 അധികാര കൈമാറ്റത്തെക്കുറിച്ച് സംസാരിക്കാൻ പാകിസ്ഥാൻ പ്രസിഡന്റ് യാഹ്യ ഖാൻ ധാക്കയിലെത്തിയപ്പോൾ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ഒരു വെളുത്ത കാറിൽ അദ്ദേഹത്തെ കാണാൻ വന്നു. കാറിൽ കറുത്ത പതാകയും ഉണ്ടായിരുന്നു. യാഹ്യ ഖാൻ ഷെയ്ഖ് മുജീബുർ റഹ്മാനെ ചർച്ചകൾക്കായി ഗവൺമെന്റ് ഹൗസിന്റെ ഡ്രോയിങ് റൂമിലേക്ക് കൊണ്ടുപോയപ്പോൾ ഷെയ്ഖ് പ്രതിഷേധിച്ചു. ജോൺ സിസണും ലിയോ റോസും അവരുടെ വാർ ആൻഡ് സെസക്ഷൻ പാകിസ്ഥാൻ, ഇന്ത്യ ആൻഡ് ക്രിയേഷൻ ഓഫ് ബംഗ്ലാദേശ് എന്ന പുസ്തകത്തിൽ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഇങ്ങനെ എഴുതി: ഷെയ്ഖ് മുജീബുർ റഹ്മാൻ സ്വകാര്യമായി സംസാരിക്കാൻ ആഗ്രഹിച്ചു. യാഹ്യ ഖാൻ കുളിമുറിയിൽ 2 കസേരകൾ ഇടാൻ ഉത്തരവിട്ടു. അതിനുശേഷം പാകിസ്ഥാനെ രക്ഷിക്കാനുള്ള ചർച്ചകൾ കുളിമുറിയിൽ ആരംഭിച്ചു. ചർച്ചകൾ ഏകദേശം 2.5 മണിക്കൂർ നീണ്ടുനിന്നു. മാർച്ച് 19 പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ നേതാവായ സുൾഫീഖർ അലി ഭൂട്ടോയെ ചർച്ചകളിൽ പങ്കുചേരാൻ യാഹ്യ ധാക്കയിലേക്ക് ക്ഷണിച്ചു. ഈ സുൾഫീഖർ അലി ഭൂട്ടോ ആരെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ബേനസീർ ഭൂട്ടോയുടെ പിതാവ്. ബേനസീർ ഭൂട്ടോയും മരിച്ചു. വീണ്ടും 3 പേർ, അതായത് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ, യാഹ്യ ഖാൻ, സുൾഫീഖർ അലി ഭൂട്ടോ എന്നിവർ കണ്ടുമുട്ടി. ഭൂട്ടോയ്ക്കും ഷെയ്ഖിനും ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ യാഹ്യ ഖാൻ ശ്രമിച്ചു. പക്ഷേ ഇരുവരും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത പോലെയാണ് സംസാരിച്ചത്. പിന്നെ അന്തരീക്ഷം ലഘൂകരിക്കാൻ യാഹ്യ തമാശ പറഞ്ഞു: നിങ്ങൾ രണ്ടുപേരും പുതുതായി വിവാഹിതരായ ദമ്പതികളെ പോലെയാണല്ലോ പെരുമാറുന്നത്. യാഹ്യ അവരുടെ കൈകൾ പിടിച്ച് സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ഭൂട്ടോയും ഷെയ്ഖ് മുജീബുർ റഹ്മാനും പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. ഈ ചർച്ചയ്ക്ക് ശേഷം ബംഗ്ലാദേശ് ഒരു ഏകീകൃത പാകിസ്ഥാനിൽ നിലനിൽക്കുമെന്ന് ധാരണയായി. പക്ഷേ മാർച്ച് 23 എല്ലാ പദ്ധതികളും തകർന്നു. വാസ്തവത്തിൽ മാർച്ച് 23 പാകിസ്ഥാനിലുടനീളം ലാഹോർ റെസൊല്യൂഷൻ ദിനം ആഘോഷിക്കുകയായിരുന്നു. അതായത് 1940 ഇതേ ദിവസം ഒരു സ്വതന്ത്ര മുസ്ലിം രാഷ്ട്രം എന്ന ആശയം ആദ്യമായി പ്രഖ്യാപിച്ചത്. 1971 ഡിസംബർ 3 പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ക്രൂരത തടയാൻ ഇന്ത്യൻ സൈനികർ ശരിക്കും യുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിഘോര യുദ്ധം 3 മുന്നണികളിലും നടന്നു. 13 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാൻ സൈന്യത്തിന് കീഴടങ്ങേണ്ടി വന്നു. ഈ യുദ്ധത്തിൽ 93,000-ലധികം പാകിസ്ഥാൻ സൈനികർ ഇന്ത്യൻ സൈന്യത്തിന് കീഴടങ്ങി. ബംഗ്ലാദേശ് എന്ന പുതിയ രാഷ്ട്രവും പിറന്നു.